അപ്പോ ഒഴിവാക്കാൻ പറ്റില്ല. അത് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവായി കഴിഞ്ഞാൽ ആ എഴുതി ഒപ്പുവെച്ച് ഒഴിവായി കഴിഞ്ഞാൽ ഇതിൽ വിഹിതം കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരും. നീ കൊടുക്കൂ. അല്ല ചോദിച്ചത് അല്ല ന്യായം ഉണ്ടല്ലോ. നീ എന്താ മിണ്ടാതി? നീ കൂടെ വന്നതല്ലേ? ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങേരെ ഒഴിവായി പോയി കഴിഞ്ഞാൽ അങ്ങേരുടെ മണ്ണിൽ രണ്ടുപേർക്കും കൂടി അവകാശമുള്ള മണ്ണിൽ നീ ഭവനം വെട്ടിപ്പെടുന്നു, ആ ഉണ്ണി സന്താനങ്ങളെ മംഗല്യം കഴിച്ചു കൊടുത്തു, ഒരു കാര്യങ്ങളൊക്കെ എല്ലാം നീ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ആ ഉണ്ണിയെ കൊണ്ട് ഒരു കാര്യത്തിലും ഗുണമുണ്ടായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഗുണമുണ്ടായോ ഇല്ല അതല്ലല്ലോ ചോദ്യം. പക്ഷേ ഇത് വേർപിരിഞ്ഞ് രണ്ടിടത്താവുമ്പോൾ ഈ അവകാശം രേഖാമൂലം കടലാസ് പത്രത്തിൽ നിൽക്കുക. നീ കൊടുക്കേണ്ടി വരില്ലേ? അതൊക്കെ അല്ല ഈ മണ്ണിന്റെ വീടുകളൊക്കെ കൊടുക്കണ്ടേ? അത് തന്നെ ചോദിച്ചു. നിന്റെ സന്താനങ്ങൾക്ക് നിനക്കും കഴിച്ചിട്ട് ഒരു 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 പങ്ക് വെച്ചാൽ ഒരു പങ്ക് ആ ഉണ്ണിക്ക് അവകാശമുള്ളൂ. അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് കടലാസ് കൊണ്ട് കൊടുത്താൽ ഇതൊക്കെ അവര് ചെയ്യേണ്ട സ്ഥലത്തുനിന്ന് ഞാൻ ചെയ്തപ്പോ അതിനൊക്കെ ഒരു വിഹിതം ഈ ഉണ്ണി തന്നിട്ടില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് വിഹിതം തരില്ല എന്നൊരു വാക്കുവാദം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാതെ കണ്ട് ഞാൻ നോക്കാം. ഒന്നും കൊടുക്കാതെ കണ്ട് ഞാൻ നോക്കാം. അപ്പൊ ഇതിന് ഈ ചതിലില്ല ഞാൻ ചോദിക്കാം. കൊടുക്കാൻ അത് മനസ്സിലായി. എന്റെ കയ്യിൽ ഉണ്ടാവുന്നത് മാത്രം